എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. കുറേ ദിവസമായി കുറേ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താണ് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ? ഞാൻ അതിനെപ്പറ്റി ടോക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അത് വന്നതിന് ശേഷം ഒന്നിലധികം പോസ്റ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു ടോക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെയധികം സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാം കോടതിയിലിരിക്കുന്ന കേസുകളാണ്. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പലരുടെയും സംഘടനകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടു. അത് കഴിഞ്ഞപ്പോൾ പല സ്ത്രീകളും പലർക്കുമെതിരെ പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും ഒക്കെ പല കംപ്ലൈന്റുകളായിട്ട് മുന്നോട്ട് വന്നു. ഇതൊക്കെ നമ്മൾ ചാനലുകളിൽ കേട്ടു, കണ്ടു. ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആരോപിതരായവർ ഇവർക്കെതിരെ തിരിച്ചും പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചു, അതും നമ്മൾ കണ്ടു. ഇപ്പോൾ ലാസ്റ്റ് ഏറ്റവും ഒടുവിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യുവനടനെതിരെ ഒരു സ്ത്രീ ഒരു പരാതി, അതായത് ദുബായിൽ വെച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അന്വേഷണങ്ങൾ വന്ന സമയത്ത് ഒട്ടും തന്നെ യോജിക്കാത്ത രീതിയിൽ ഇപ്പൊ ഇവര് പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ, ഇത് ശരിയായ ആരോപണമാണോ എന്ന് തന്നെ സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയൊക്കെ എത്തി. ഇപ്പോൾ ആ നടനും കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയും അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആളുകൾക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. അതായത് ഈ വന്ന ആരോപണങ്ങളൊക്കെ സത്യമാണോ, അതോ ഇത് വ്യാജ ആരോപണങ്ങളാണോ? അങ്ങനെയൊക്കെ ആകെ ആളുകൾക്ക് ഇതിലുള്ള ഒരു വിശ്വാസ്യത, അതായത് ഈ വന്ന് പുറത്തു പറയുന്ന ആളുകളിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു രീതിയിലുള്ള ആളുകളുടെ റെസ്പോൺസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്, പലരുടെയും കമന്റുകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഇന്നിങ്ങനെ ഒരു ടോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. നോക്കൂ, ഒരു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ധാരാളം പുഴുക്കുത്തുകളെ പറ്റി പറയുന്നുണ്ട്. അതിപ്പോ സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളും പുഴുക്കുത്തുകളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം നമുക്ക് എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ കേട്ടും കണ്ടും അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സിനിമാ മേഖലയിലും അത് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ബാക്കിയുള്ള മേഖലയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ രീതിയിലുള്ള ചൂഷണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. അതാണ് ഹേമ കമ്മിറ്റി പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ ചുവട് പിടിച്ചാണ് പല സ്ത്രീകളും പല ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത്. ഇതിൽ ഏതൊക്കെയാണ് സത്യത്തിലുള്ള ആരോപണങ്ങൾ, ഏതൊക്കെയാണ് വ്യാജ ആരോപണങ്ങൾ എന്ന് പറയാൻ നമ്മൾ ആരും ആളുകളല്ല. കാരണം അവരെന്താണ് ഫേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷണങ്ങളിലൂടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള തെളിവ് ശേഖരിക്കുന്നതിലൂടെയൊക്കെയാണ്. സമയമെടുത്ത് മാത്രമേ ഇതിലുള്ള സത്യമാണോ മിഥ്യയാണോ വ്യാജമാണോ എന്നൊക്കെ പറയാൻ. അതുകൊണ്ട് ഇത് തെറ്റാണ് ശരിയാണ് എന്ന് പറയാൻ നമ്മൾ ആരും ആളുകളല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു അർഹതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനെല്ലാം തെളിവുകളും കാര്യങ്ങളും അന്വേഷണങ്ങളും എല്ലാം ആവശ്യമാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പോ പല രീതിയിലും വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ പല ആളുകളും ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് അത്രത്തോളം ഒരു നിഷ്കളങ്കമായ പ്രവണതയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മനഃപൂർവ്വമായിട്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചുണ്ടായ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിനെ തുരങ്കം വെക്കാനുള്ള ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു 1-2 വ്യാജ ആരോപണങ്ങൾ വരികയും അതിന്റെ പൊള്ളത്തരം ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങളും എന്താണ് പറയുക? നമ്മളെല്ലാവർക്കും, നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കൊരു ടെൻഡൻസി വരും ഈ രീതിയിൽ വന്ന എല്ലാ കേസുകളും ഇത്തരത്തിൽ ഉഡായിപ്പാണ് എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി. ഇപ്പൊ 10 കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 എണ്ണം അതിൽ സത്യസന്ധമായിരിക്കും, 5 എണ്ണം വ്യാജമായിരിക്കും. പക്ഷേ ഈ 5 വ്യാജ കേസുകൾ നമ്മൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മളോട് പറയുക, അല്ലെങ്കിൽ പൊതുവെ വരുന്ന ഒരു വികാരം, പുറത്തേക്ക് വരുന്ന ഒരു വികാര പ്രകടനം എന്ന് പറയുന്നത്, ഇതെല്ലാം ഉഡായിപ്പുകളാണ്, ഈ പെണ്ണുങ്ങളെല്ലാം നുണ പറഞ്ഞ് പൈസ പിടുങ്ങാനുള്ള പരിപാടിയാണ് എന്നൊരു ചിന്ത. ഇപ്പോൾ അവസാനം വന്ന കേസ് ഇത്തരത്തിൽ ആ പെൺകുട്ടി പറഞ്ഞതിൽ കുറെ പൊരുത്തക്കേടുകൾ കണ്ടപ്പോൾ തന്നെ ജനറലി നമ്മുടെ മനസ്സിലൊക്കെ എന്തൊരു ചിന്തയുണ്ടായി, ഇപ്പൊ ഈ വന്ന എല്ലാ കേസും ഇതൊക്കെ തന്നെയായിരിക്കും, ഇത് വെറുതെ പണം പിടുക്കാനായിട്ട് ഈ പെണ്ണുങ്ങൾ ഓരോന്ന് പറയുന്നതായിരിക്കും. ഇത് തന്നെയാണ് ആക്ച്വലി ഈ വ്യാജ കേസുമായി വരുന്ന അല്ലെങ്കിൽ അവരുടെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടത്. കാരണം ഇതിൽ ജെന്യൂൻ ആയിട്ടുള്ള കേസുകളും അത് ഡൈല്യൂട്ടഡ് ആവണം. സത്യസന്ധമായി കേസ് കൊടുത്ത സ്ത്രീകൾക്ക് നീതി കിട്ടരുത്. അതായത് വ്യാജ കേസുകൾ ഇതിന്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിക്കുന്നവർക്ക് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, സത്യസന്ധമായ കേസുകളുടെയും വിശ്വാസ്യത നഷ്ടപ്പെടണം. അങ്ങനെ കാലക്രമേണ ഇതെല്ലാം വ്യാജ
രീതിയിൽ, അതായത് ഇപ്പോൾ തുടക്കത്തിൽ എല്ലാവരും വലിയ ഒരു ആത്മരോഷം ഉണ്ടായിരുന്നു അല്ലെ സൊസൈറ്റിക്ക്. 2-3 പെൺകുട്ടികൾ പുറത്തു വന്ന് അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആത്മരോഷം വന്നു നമ്മുടെ മനസ്സിൽ അല്ലെ. ഈ ഇവന്മാർക്കെതിരെ എല്ലാം നടപടികൾ ഉണ്ടാവണം, ഇവർമാർക്കെതിരെയൊക്കെ അന്വേഷണം വരണം, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ നമ്മുടെ ഉള്ളിലൊരു ആത്മരോഷം വന്നതാണ് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ. എന്നാൽ ഇന്ന് ആ ആത്മരോഷം അന്ന് തോന്നി അത്ര ഉണ്ടോ? ഇല്ല. എന്റെയും നിങ്ങളുടെയും ഉള്ളിലെല്ലാം ആ ആത്മരോഷം പതുക്കെ കെട്ടടങ്ങി. അത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പുറത്തേക്ക് കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ വരുത്താൻ തുടങ്ങിയപ്പോൾ, ഇതൊന്നും നിഷ്കളങ്കമായി വരുന്നതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ വ്യാജ കുറ്റാരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട ഇതാണെന്ന് തന്നെയാണ്. അതായത് ശരിക്ക് തെറ്റ് ചെയ്തവരെ, ശരിക്കുള്ള കുറ്റാരോപിതരെ, ശരിക്ക് ജെന്യൂൻ ആയിട്ടുള്ള കേസുകളെ ഡൈല്യൂട്ട് ചെയ്യാനും അവരെയും ഈ പൊതുജനങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും നമുക്കൊരു ജനറലൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലെ. നമ്മൾ ജനറലൈസ് ചെയ്യും എന്തിനേയും. അപ്പോൾ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കുള്ളതിനെയും ഇതും ഉടായിപ്പായിരിക്കാം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ശ്രദ്ധ ഈ കേസുകളിൽ നിന്ന് പതുക്കെ വഴിമാറും. നമുക്കിതിലുള്ള താല്പര്യം നഷ്ടപ്പെടും. ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആത്മരോഷം കെട്ടടങ്ങും. ഇത് തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും വേണ്ടത്. പതുക്കെ 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 മാധ്യമങ്ങൾ ബ്രേക്കിങ്ങിൽ നിന്ന് ബ്രേക്കിങ്ങിലേക്ക് പോകുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാം ശ്രദ്ധ ഈ കേസുകളിൽ നിന്ന് പതിയെ പിൻവലിയണം. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായ ആത്മരോഷം കെട്ടടങ്ങണം. പതുക്കെ പതുക്കെ നമ്മൾ ഈ പറയുന്ന കേസുകൾ മറക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വ്യാജ ആരോപണങ്ങളുമായിട്ട് വരുന്നത്, അത് എക്സ് ആവട്ടെ, വൈ ആവട്ടെ, സെറ്റ് ആവട്ടെ, ഒരു സ്ത്രീ ആവട്ടെ, ഒരു പുരുഷനാവട്ടെ, അത് ആരുമായിക്കൊള്ളട്ടെ. ഇപ്പൊ പുരുഷന്മാർ വരെ ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് സ്ത്രീ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ പുരുഷനെതിരെ നടത്തുന്നതോ, പുരുഷൻ സ്ത്രീക്കെതിരെ നടത്തുന്നതോ, പുരുഷൻ പുരുഷനെതിരെ നടത്തുന്നതോ, സ്ത്രീ സ്ത്രീക്കെതിരെ പറയുന്നതോ, ഇതിലേതുമായിക്കൊള്ളട്ടെ, ഇവൻ ട്രാൻസ്ജെൻഡേഴ്സ് പറയുന്ന ആരോപണങ്ങളായിക്കൊള്ളട്ടെ, ആർക്കെതിരെ പറയുന്ന ആരോപണങ്ങളാണെങ്കിലും വ്യാജമായ കുറ്റാരോപണം നടത്തുന്നവരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് സ്വയം പറ്റിക്കുകയാണ്, സ്വയം ചതിക്കുകയാണ്. നിങ്ങൾ കുറ്റം ആരോപിക്കുന്ന ആളെ നിങ്ങൾ ക്രൂശിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ഉപദ്രവിക്കുന്നത് ശരിക്കുള്ള ഇരകളെയാണ്. ശരിക്കും ഇത്തരത്തിൽ ലൈംഗികമായ ചൂഷണങ്ങൾ അനുഭവിച്ച് നിയമത്തിന് മുന്നിൽ അവർക്ക് നീതിക്കായിട്ട് മുന്നോട്ട് വരാൻ സന്നദ്ധത കാണിച്ച, ധൈര്യം കാണിച്ച സ്ത്രീകൾ ഇതിന്റെ ഇടയിലുണ്ട്. അവരോടാണ് നിങ്ങൾ ഏറ്റവും വലിയ ക്രൂരത ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവരുടെ വിശ്വാസ്യത കൂടി നിങ്ങൾ തകർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലൊക്കെ വേണ്ടി വ്യാജ പ്രചരണത്തിന് വേണ്ടി, വ്യാജ ആരോപണങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ശരിയായ ആരോപണങ്ങളുമായിട്ട് നീതിക്ക് വേണ്ടി മുന്നോട്ട് വന്ന സ്ത്രീകളെയാണ്. കാരണം അവരെ കൂടി നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം അവിശ്വസിക്കാൻ മുതിരും. അവർക്ക് കിട്ടേണ്ട നീതി അവർക്ക് കിട്ടാതെ പോകും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കൈ ചൂണ്ടുന്ന നിരപരാധിയായ ഒരാളെയാണ്. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടി, ഭാര്യ, അമ്മ, അങ്ങനെ ഒരു കുടുംബമുണ്ട്. അയാൾ അത്ര കാലം ഉണ്ടാക്കിയ ഒരു പേരും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാളുടെ ഒരു സമൂഹത്തിലുള്ള നിലയും വിലയും ഒക്കെ ഉണ്ട്. അയാളുടെ പ്രൊഫഷൻ ഉണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വ്യാജമായിട്ട് നമ്മൾ കൈ ചൂണ്ടുന്ന സമയത്ത് ആ വ്യക്തിയോട് നമ്മൾ ചെയ്യുന്നത് ആ വ്യക്തിയെ സത്യം പറഞ്ഞാൽ കൊല്ലുന്നതിന് സമാനമാണ്. അയാളുടെ എല്ലാം നമ്മൾ കുറച്ചു കാലത്തേക്കെങ്കിലും അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട് വരുന്ന വരെയെങ്കിലും, അയാൾ കുറ്റാരോപിതനായിട്ട് നിൽക്കുന്ന കാലം വരെയും അയാളെ നമ്മൾ വലിയ രീതിയിലാണ് ഉപദ്രവിക്കുന്നത്. കാരണം അയാൾ മാത്രമല്ല, അയാളുടെ ഒരു കുടുംബം, അയാൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഒരു വിരൽ തുമ്പിലാണ്, അല്ലെങ്കിൽ ഒരു കുറ്റാരോപിതർ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഒരിക്കലും അത് മാപ്പർഹിക്കുന്ന ഒരു കാര്യമല്ല. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ പറ്റിക്കുന്നത് ഈ സമൂഹത്തെയും നിങ്ങളെയും കൂടിയാണ്. നിങ്ങൾക്കുള്ള വിശ്വാസ്യത, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് നമുക്കുള്ളൊരു വിശ്വാസ്യത, എല്ലാത്തിനെയും നിങ്ങൾ കാറ്റിൽ പറത്തുകയാണ്. എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ വന്ന് ഒരു മടിയുമില്ലാതെ നുണ പറയുന്ന സമയത്ത് അത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ മനസമാധാനമായിട്ട് ഉറങ്ങാനും, അല്ലെങ്കിൽ അവനവനോട് തന്നെ ഒരു മതിപ്പോടു കൂടി ജീവിക്കാനും ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനും സാധിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയില്ല, അത് ഇപ്പം നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർക്ക് സാധിക്കില്ല. പക്ഷെ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുമായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് ഈ ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണ്. അവനവനെ പറ്റി ചിന്തിച്ചില്ലെങ്കിലും ദയവ് ചെയ്ത് ബാക്കിയുള്ള നമ്മൾ ഈ വിരൽ ചൂണ്ടുന്ന ആളുകളുടെ കുടുംബത്തെ പറ്റി ഒന്ന് ആലോചിക്കുക. ശരിക്കും നീതി കാത്തു നിൽക്കുന്ന
യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ഇരകളെ പറ്റി ഒന്ന് ആലോചിക്കുക. അവരോടൊക്കെ നമ്മൾ ചെയ്യുന്ന ക്രൂരതയാണ് എന്നൊന്ന് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളിൽ നിന്ന് ആണായാലും പെണ്ണായാലും ആരായാലും മാറി നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് കണ്ടിട്ട് ആക്ച്വലി എനിക്ക് ഒരു ആസ് എ സിറ്റിസൺ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ പറയുന്ന വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിലും വലിയ ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഗൂഢാലോചന ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം ഒറ്റൊന്നു മാത്രമേ ഉള്ളൂ, യഥാർത്ഥ കേസുകളിൽ നിന്ന് നമ്മുടെ എല്ലാം ശ്രദ്ധ തിരിക്കണം, ആ കേസുകളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തണം, ആ ഇരകൾക്ക് നീതി ലഭിക്കരുത്, അല്ലെങ്കിൽ ആ ഇരകളെ ചൂഷണം ചെയ്ത വേട്ടക്കാർ രക്ഷപ്പെടണം, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇരകൾക്ക് അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ നീതി ലഭിക്കട്ടെ, തെറ്റ് ചെയ്തവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കട്ടെ, കാലം നീതി എല്ലാവർക്കും കൊടുക്കട്ടെ, അല്ലേ? അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം കോടതിയിലാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെ? അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഈ പറയുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, തെറ്റ് തെളിയിക്കപ്പെടുന്നത് വരെ അവർ കുറ്റാരോപിതർ മാത്രമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് തന്നെ ഇന്നും ഞാൻ പ്രത്യാശിക്കുന്നു, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യാജ പ്രചരണമാണ് അല്ലെങ്കിൽ വ്യാജ കുറ്റാരോപിതരാണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ കുറ്റാരോപിതർക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് അതേ ശിക്ഷ തന്നെ ഈ വ്യാജമായ കുറ്റം ആരോപിച്ചവർക്കെതിരെയും, അതായത് വേറൊരാളുടെ ജീവിതവും കുടുംബവും എല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെയും അതേ രീതിയിലുള്ള ശിക്ഷ മാതൃകാപരമായിട്ട് നൽകണം എന്ന് തന്നെയാണ് എന്റെയും ആവശ്യം. രണ്ടും ചെയ്യുന്നത് ഒരേപോലെ തന്നെ, ലൈംഗിക ചൂഷണം ചെയ്യുന്നത് പോലെ തന്നെ, അതിനേക്കാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറ്റമായി ഞാൻ കാണുന്നത് വ്യാജമായ കുറ്റങ്ങളുമായിട്ട് അല്ലെങ്കിൽ വ്യാജമായ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെയുള്ള ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളതാണ് ആസ് എ സിറ്റിസൺ എൻ്റെ ഒരു ആഗ്രഹം. യെസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇന്നിപ്പോൾ ലൈവിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. സമയം ഇപ്പോൾ അവിടെ എത്ര 4:45 മണിയല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കാം കുറച്ച് പേരെ കാണുന്നുള്ളൂ ലൈവില്. എന്താണ് ഹേമ കമ്മിറ്റിയെ പറ്റി നിങ്ങളുടെ, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായ കോലാഹലങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കാണുന്ന ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ പറയൂ. ചിലവർക്ക് പണം കിട്ടുമ്പോൾ സ്നേഹം, പണം കിട്ടാതെ വരുമ്പോൾ ബലാത്സംഗം. ശരിയാണ്, അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ മനുഷ്യന്മാരിൽ നല്ലവരും ചീത്തയും ഒക്കെ ഉണ്ട്. അതിപ്പോ സ്ത്രീകളിലും ഉണ്ട്, പുരുഷന്മാരിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്, അല്ലെ? അപ്പോ എല്ലാവരും ഇപ്പൊ സ്ത്രീകളായതുകൊണ്ട് എല്ലാവരും ജെന്യുവിൻ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എല്ലാവരിലും അത് ജെൻഡർ വെച്ചിട്ടൊന്നും പറയാൻ സാധിക്കില്ല, നല്ലതും ചീത്തയും ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ അവരവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിലൊന്നും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ പലർക്കും പല ഉദ്ദേശങ്ങളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള സ്ഥാപിത താല്പര്യക്കാർ ഉപദ്രവിക്കുന്നത് ശരിക്കും ഇതിൽ പെട്ടുപോയ സ്ത്രീകളെയാണ് അല്ലെങ്കിൽ പുരുഷന്മാരെയാണ്, ശരിക്കും ഇരയാക്കപ്പെട്ടവരെയാണ്. അവർക്ക് പിന്നെ എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്, അല്ലെ? എല്ലാവരും അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കില്ലേ? അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കൂ? പിന്നെ ഇതും ഇതുപോലെ തന്നെ ഉഡായിപ്പാണ് എന്ന് പറയില്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവർക്കൊക്കെ വേണ്ടതും. വേറെ എന്തൊക്കെയുണ്ട്? യെസ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം കുറെ പേര് ചോദിച്ചതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ താഴെ പറഞ്ഞാൽ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം പേരിലേക്ക് എത്തിക്കുക. എന്തെങ്കിലും ഉണ്ടോ? ഇനി ആർക്കെങ്കിലും, കാണുന്നവർക്ക് ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ ഇതിൽ? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ചെറിയ ടോക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് വേറൊരു ടോക്കുമായിട്ട് കാണാം. നാളെ അധികം ഒരു മെഡിക്കൽ ടോപ്പിക് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പലതരത്തിൽ വാർത്തകൾ വരുന്നു. ഏത് ശരി ഏത് തെറ്റെന്ന് അറിയാൻ പറ്റുന്നില്ല. യെസ്, കറക്റ്റ് ആണത്. ഏത് ശരി ഏത് തെറ്റ് അതൊക്കെ കാലവും നമ്മുടെ നിയമവ്യവസ്ഥയും തെളിയിക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വ്യാജ പ്രചരണങ്ങൾ ഇനിയും ധാരാളം വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് വേണ്ടത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള, ഇതിൽ യഥാർത്ഥത്തിലുള്ള കേസുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ അവർ വിജയിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പൊ ശരി, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ബൈ.
ടേക്ക് കെയർ.